ബന്നരഘട്ട ബയോളജിക്കൽ പാർക്ക്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ളതാണ് ബന്നരഘട്ട സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പാർക്കിനെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ. അതിൻ്റെ ഒരു മാപ്പാണിത്. അതിൻ്റെ ഡയഗ്രാമുണ്ട് ഓരോ ജീവികളെ എവിടെയാണെന്നുള്ളത്. നമ്മൾ കയറി ചെറിയ കുറേ കുട്ടികൾ പാർക്ക് കാണാൻ പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. സ്കൂളിൽ നിന്ന് വന്ന തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. കുട്ടികളെല്ലാം ആവേശത്തോടു കൂടി കാണാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ചെല്ലുമ്പോഴേ നമുക്ക് പിന്നെയും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂളിലെ എല്ലാ എക്സ്കർഷനായിട്ട് വന്നിരിക്കുകയാണ്. ടൗണിലെ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും അവർ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിന് വന്നിരിക്കുകയെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും മാപ്പ് നോക്കുന്നുണ്ട്, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള മാപ്പ്, അതിൻ്റെ ഡയറക്ഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പാർക്കാണ് സുവോളജിക്കൽ പാർക്ക്. നമ്മൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന കുറച്ച് സീബ്രകളാണ്. ആ സീബ്രകളാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് കാണാം. ഒരു 1-2 സീബ്രയൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. നല്ല വെയിലായതുകൊണ്ട് എല്ലാം റെസ്റ്റ് എടുക്കുകയാണ്. നല്ല വരെയുള്ള സീബ്രകളാണ്. ആദ്യം തന്നാത്ത കാഴ്ചയാണ് സീബ്രകൾ. അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ജിറാഫ് നിൽക്കുന്നത്. ജിറാഫ് ഒരു ജോഡി ജിറാഫ് അവിടെ ഉണ്ട്. ഭയങ്കര പൊക്കമാണ് ഇതിനൊക്കെ. ഇത് നമ്മുടെ ബാംഗ്ലൂർ ബന്നരഘട്ട സുവോളജിക്കൽ പാർക്ക്. ബാംഗ്ലൂരിൽ നിന്ന് ബസ്സുണ്ട്, മെജസ്റ്റിക്കിൽ നിന്ന് ബന്നരഘട്ടയ്ക്കുള്ള ബസ്സുണ്ട്. അടുത്തതൊരു നമ്മുടെ ഒരു ഡീറാണ്, ഒരു മ്ലാവ് പോലത്തെ ഒരു ജീവിയാണ്, കാടുകളൊക്കെ. പിന്നെ തിരിച്ച് വന്നപ്പോൾ പിന്നെ ജിറാഫ് ഉണ്ട്. ആ തലപൊക്കി നന്നായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാനൊരു വീഡിയോ സൂം ചെയ്തിട്ടുണ്ട്. നോക്കിയേ, ആ ഒരു ഇത് ജിറാഫിൻ്റെ ഇത് കണ്ടോ, അതിൻ്റെ വലിപ്പം കണ്ടോ. അപ്പോൾ അതിനൊരു ട്രീയുടെ മേളിൽ നിന്ന് ഇലയൊക്കെ തിന്നാൻ പറ്റും. അതാണ് അതിൻ്റെ ഹാബിറ്റാറ്റ്. അതാണ് അതിൻ്റെ നേച്ചർ. അതാണ് എന്താ, തല ഉയർത്തി നിന്നാൽ വൃക്ഷങ്ങളുടെയൊക്കെ മേള് വരയ്ക്കും. അതുപോലെ ഹൈറ്റാണ്. അതിനാൽ അത് തല പൊക്കിരിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റും. കണ്ടോ, അതാണത്. അതുപോലെ ഒരു ജിറാഫ് താഴെയുണ്ട്. ജിറാഫ് എഴുന്നേറ്റ് നിൽപ്പുണ്ട്. വെള്ളം കുടിക്കാനും പുല്ലെല്ലാം ഗ്രാസ് ഈ മരങ്ങളുടെ ചില്ല തന്നെയാണ്. ഉണ്ടോ, ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ LKG UKG പഠിക്കുന്ന കുട്ടികളാണ് പൊക്കോണ്ടിരിക്കുന്നത്. എല്ലാവരെയും കൈ കോർത്ത് പിടിച്ച് വഴി തെറ്റി പോകാതിരിക്കാൻ ടീച്ചർമാർ നിർദ്ദേശം നൽകി പൊക്കൊണ്ട്